ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺപണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാനസ ബലരാമനോട് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ബലരാമൻ തിരിച്ച് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ചെന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു. അച്ഛനും അമ്മയും എന്നെ അംഗീകരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സഹോദരന്മാരോ എന്ന് ചോദിക്കുമ്പോഴത്തേനും അവർ കുറച്ച് അകന്ന് നിന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. തനിക്കെങ്ങനെ ഇതൊക്കെ മനസ്സിലായത്? അതൊക്കെ എനിക്ക് മനസ്സിലാവും. കാരണം കൃഷിനും കൃപയ്ക്കും നിങ്ങളോടുള്ള ഒരു ചെറിയൊരു ദേഷ്യമുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് സമയം കഴിഞ്ഞാൽ അതും ശരിയാവും എന്ന് പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ അച്ഛനും അമ്മയും എന്നെ അംഗീകരിച്ചല്ലോ. അവരെന്നെ ഒരുപാട് സ്നേഹിച്ചു, കരഞ്ഞു, കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഇനി ഞാൻ കുറച്ച് ദിവസം മാറി നിൽക്കാനായിട്ട് പോവാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ സ്നേഹവും അവരുടെ മകനാണെന്ന് എന്ന രീതിയിൽ അംഗീകരിക്കുകയും ചെയ്തല്ലോ. അത് തന്നെ ധാരാളം. ഇനി കുറച്ച് മാറി നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ മാനസയ്ക്ക് ആകെ ഒരു ടെൻഷൻ ആവുന്നുണ്ട്. മറ്റൊന്നല്ല, മാനസയ്ക്ക് ബലരാമൻ ഇവിടുന്ന് മാറി നിന്നാൽ മാനസയുടെ പ്ലാനിങ് ഒന്നും നടക്കില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ സർ ഇപ്പോൾ മാറി നിൽക്കേണ്ട ആവശ്യം എന്താണ്? അതും വേണം, അത് കാര്യമുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കല്ലേ, കൃഷിൻ്റെയും കൺമണിയുടെ ഒക്കെ വിവാഹമൊക്കെ കഴിയട്ടെ, ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് നോക്കാം എന്ന് പറയുന്നുണ്ട്. സർ ഇവിടുന്ന് മാറി നിന്നാൽ അച്ഛനും അമ്മയ്ക്കും ഭീഷണി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെങ്ങനെ ശരിയാവും? കാരണം സാറ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ? സാർ ഉണ്ടാകുമ്പോൾ അവർക്കൊരു ധൈര്യമല്ലേ എന്ന് പറയുന്നുണ്ട്. താൻ പറഞ്ഞത് ശരിയാണ്. എൻ്റെ എൻ്റെ വളർത്തച്ഛനും വളർത്തമ്മയും തന്നെയാണ് ഈ ഭീഷണിയായിട്ട് വരുന്നത്. എന്തായാലും ഞാൻ പോകുന്നില്ല. തൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ എനിക്ക് പോകാൻ തോന്നുന്നില്ല ഡോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെന്തായാലും നന്നായി എന്ന് പറയുന്നു. പിന്നെ എൻ്റെ പേര് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ കണ്ടുപിടിച്ചില്ല. താൻ പറയുമോ? ഇല്ല, താങ്കൾ കണ്ടുപിടിക്കാമെന്നല്ലേ പറഞ്ഞത്. എന്തായാലും അങ്ങനെ തന്നെ നടക്കട്ടെ എന്നും പറയുന്നു കേട്ടോ. എന്നാൽ ഞാൻ കണ്ടുപിടിച്ചിട്ട് പറയാം എന്നും പറയുന്നുണ്ട്. പിന്നെയും സുജുവിനെയും ആൻറ്റിയമ്മയൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. സുജു, നീ എന്താ ഈ ആലോചിക്കുന്നത്? ഇപ്പോൾ കൃഷിൻ്റെയും കൺമണിയുടെയും കാര്യങ്ങളൊക്കെ നീ മറന്നു പോയല്ലേ എന്ന് പറയുന്നുണ്ട്. എനിക്ക് അവരുടെ കാര്യം ഓർക്കുമ്പോൾ വിഷമമുണ്ട് ആൻറ്റിയമ്മ എന്ന് പറയുന്നുണ്ട്. അത് കൊള്ളാം, ആദ്യമൊക്കെ ദേഷ്യമായിരുന്നു, ഇപ്പം അത് വിഷമായി, നാളെ അത് സ്നേഹമാവും. ബലരാമൻ്റെ കാര്യം അവർ മനഃപൂർവ്വം എടുത്തിട്ടതാ, ഇപ്പോൾ മനസ്സിലായോ? ആ പ്രശ്നത്തിനൊടുവിൽ കൃഷ്ണൻ്റെയും കൺമണിയുടെ കാര്യം എല്ലാവരും മറക്കും, അത് തണുത്ത മട്ടിലാവും. ഇപ്പം അതല്ലേ സംഭവിച്ചത്. ഇപ്പോൾ നിൻ്റെ മനസ്സിൽ ബലരാമൻ മാത്രമല്ലേ ഉള്ളൂ? അതെ ചേച്ചിയമ്മേ, കാരണം അവനോട് ഇവിടുന്ന് പോകണ്ടെന്ന് വരെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പറയണമെന്നൊക്കെ. ഇപ്പം കണ്ടോ, നിനക്ക് മൂത്ത മകനെ കിട്ടിയപ്പോൾ രണ്ടാമത്തെ മകനെ വേണ്ട, അതാണ് അവസ്ഥ. അങ്ങനെയൊന്നല്ല, എനിക്ക് എനിക്ക് ബലരാമനെ എനിക്ക് ഇത്രയും കാലത്തിന് ശേഷം കിട്ടിയതല്ലേ, അതിൻ്റെ ഒരു വാത്സല്യമൊക്കെയാണ് അവനൊരു തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. നീ എല്ലാം മറന്നോ? പക്ഷെ ഞാൻ മറക്കില്ല. എൻ്റെ മനസ്സിൽ എപ്പോഴും കൃഷും കൃപയും കൃഷും കൺമണി മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോടുള്ള പകയാണ്. കാരണം അവർ ഈ ചെയ്തതൊക്കെ തെറ്റായ കാര്യമാണെന്ന് പറയുന്നു. അവരെ ഞാൻ വെറുതെ വിടില്ല, കണ്ടോ നീ എന്ന് പറയുമ്പോഴത്തേനും കൃപ വരുന്നുണ്ട്. എന്താ ആൻറ്റിയമ്മ ഈ വെല്ലുവിളിക്കുന്ന വർത്തമാനങ്ങളൊക്കെ പറയുന്നത്? അതെന്താ ഇത്ര വാശിയൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. വന്നല്ലോ, അവർക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്ന ഒരാൾ വന്നല്ലോ, പിന്നെ അവർക്ക് വേണ്ടി പിന്നെ ആരാണ് ആൻറ്റിയമ്മയെ മുന്നിൽ നിൽക്കാൻ, ഞാനല്ലാതെ എന്ന് പറയുന്നുണ്ട്. നീ നിന്നടി, നിനക്ക് വേണ്ടിയിട്ടല്ലേ ആ മാനസയുടെ അച്ഛൻ ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ച് നിന്നെ ഈ കോലത്തിലാക്കി തീർത്തത്. എന്നിട്ടും നിനക്ക് അയാളോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടോ? അവരുടെ മകളെ നീ എങ്ങനെയാണ് കൃഷിയിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാനല്ലേ ശ്രമിച്ചത്? എൻ്റെ ആൻറ്റിയമ്മേ, അവൾക്ക് കൃഷിനെ കിട്ടാൻ യോഗമില്ല. പിന്നെ നമ്മളെ വീട്ടിലേക്ക് ഒരു മരുമകളായിട്ട് അവൾ വരേണ്ട ആവശ്യമേയില്ല. പിന്നെ ജയമോഹൻ കാര്യമാണെങ്കിൽ എന്നും ഇപ്പോഴും അദ്ദേഹത്തെ വിളിച്ച് വൈകുന്നേരം എന്നൊരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങാവുള്ളൂ. ഇപ്പോഴും അദ്ദേഹത്തിന് എൻ്റെ മോളെ പോലെയാണ് എനിക്കും. അദ്ദേഹം എൻ്റെ സ്വന്തം അങ്കിൾ തന്നെയാണ്. എനിക്ക് ദേഷ്യമോ വാശിയോ ഒന്നും തോന്നിയിട്ടില്ല. ആൻ്റമ്മ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കൊള്ളാലോ, നീ ആൾ മിടുക്കിയാണല്ലോ. നീ വാക്കുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തോൽപ്പിക്കുകയാണല്ലേ. എന്നെ സ്വയം തോൽക്കാനായിട്ട് പോവാണ് ഇപ്പോൾ എന്ന് പറയുന്നുണ്ട്. സുജു, നീ അവൾ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ തോൽക്കാൻ പോവുകയാണെന്ന്. എന്തൊക്കെയാണ് ഇവൾ വിളിച്ച് പറയുന്നത്? അയ്യോ അൻ്റമ്മേ, ഒന്ന് വിഷമിക്കേണ്ട, ഇവൾ പറയുന്നതിനൊന്നും ചേച്ചിയമ്മ വിഷമിക്കേണ്ട എന്ന് പറയുന്നു കേട്ടോ. എന്നിട്ട് കൃപ അങ്ങോട്ട് കയറിപ്പോകുന്നു. സുജു, നീ നോക്കിക്കോ, എന്തായാലും ഈ വീടിൻ്റെ മരുമകളായിട്ട് ഞാൻ മാനസയെ തന്നെ കൊണ്ടുവരുള്ളൂ. ആര് കൃഷ്ണനെയും അതുപോലെ കൺമണിയെ അംഗീകരിച്ചാലും ഞാൻ അംഗീകരിക്കും നീ വിചാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാട്ടോ. പോകുന്ന സമയത്ത് തന്നെ ഗുണ്ടകൾ വരുന്നുണ്ട് കേട്ടോ. ഗുണ്ടകൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ കാറിനൊരു കംപ്ലയിൻറ്റ് ജാക്കി ഉണ്ടോ സാർ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഉണ്ടല്ലോ എന്ന് വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് തന്നെയാണ്
കൃഷ്ണ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ടോ കൊണ്ടുപോവാണ്. അങ്ങനെ കൺമണിയും പക്ഷെ അവർ കൊതറി മാറാൻ നോക്കുന്നുണ്ട്. അങ്ങനെ വരുൺ വന്ന് കൺമണിയെ പിടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ രണ്ടുപേരുടെയും ബലപ്രയോഗത്തിൽ തന്നെ അവർ ബോധം കെടുത്തിയിട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനാട്ടോ പിന്നെ തീരുമാനിക്കുന്നത്. അങ്ങനെ രണ്ടുപേരുടെയും ബോധം പോകുന്നുണ്ട്. അതിനുശേഷം തന്നെ അവർ എടുത്തുകൊണ്ട് പോവാട്ടോ ചെയ്യുന്നത്. പിന്നീടും ദേവ് സാറ് സാഗറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് കേട്ടോ. എന്തായി സാഗർ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ നല്ല സന്തോഷത്തിലാണ് സർ. കാരണം ബലരാമൻ അവൻ വന്നപ്പോൾ ഞങ്ങളുടെ മനസ്സിലൊരു തീക്കണല എരിഞ്ഞടങ്ങിയതുപോലെയാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മൂത്ത മകനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ലേ, അതിൻ്റെ സന്തോഷത്തിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുജുവിൻ്റെയോ അവൾക്കും അങ്ങനെ തന്നെയാണ്. സ്വന്തം പ്രസവിച്ച മകനെ തിരിച്ചു കിട്ടിയപ്പോൾ സന്തോഷത്തിലാണ് സുജു. മതി മറന്ന് നിൽക്കുകയാണെന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് അവളുടെ അവസ്ഥ. ഭയങ്കര വിഷമത്തിലായിരുന്നു. ഇപ്പോൾ സന്തോഷമായെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കൃഷും കൺമണിയോ അവരങ്ങോട്ട് പോന്നിട്ടുണ്ടല്ലോ ഓഫീസിലേക്ക്. പിന്നെ സാഗർ ഒരു കാര്യം മനസ്സിലാക്കണം, ബലരാമൻ മകനാണെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ കുറച്ച് നകർന്ന് നിൽക്കണം. മാത്രമല്ല കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ശ്രദ്ധ വേണം. നമുക്കിപ്പോഴല്ലേ അവനെ അറിയുന്നുള്ളൂ സ്വന്തം മകനാണെങ്കിലും. അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാൻ വിളിച്ചേ. കൃഷും കൺമണി എത്താൻ സമയമായല്ലോ. കാരണം കുറച്ച് പേപ്പേഴ്സിൽ കൃഷ്ണനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാനുണ്ട്, അതാണ്. എന്തായാലും ഇപ്പോൾ എത്തുമെന്ന് പറയുന്നു. അപ്പോഴത്തേനും ഞാൻ മഹിയോട് പറഞ്ഞിട്ടുണ്ട് കൃഷ്ണനെ വിളിച്ച് നോക്കാനെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ മഹി വരുന്നുണ്ട്. എന്തായി മഹി, കൃഷ്ണനെ കിട്ടിയോ? അവൻ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കൺമണിയുടെയും. ഇനി വീട്ടുകാരെല്ലാവരും കൂടി അവരെ ഹണിമൂണിന് വിട്ടതായിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ദേവ് സാറ് സാഗറിനെ വിളിക്കുന്നുണ്ട്. കൺമണി എത്തിയിട്ടില്ലല്ലോ സാഗർ, ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണ്. സ്വിച്ച് ഓഫ് ആവാൻ കഴിയില്ലല്ലോ, അവൻ ഒരിക്കലും സ്വിച്ച് ഓഫ് ആക്കി വെക്കാറില്ലല്ലോ ഫോണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഉടനെ എത്തും സാർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഒരു കാട്ടിലാണ്. അവിടെ ആ ഓട്ടോറിക്ഷ ഡ്രൈവറിനെയും അതുപോലെ കൺമണിയും കൃഷിനെയും ഒക്കെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. ആ വരുണ് സൈക്കോ പോലെയാണ് അയാൾ ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും പിടിച്ച് തല്ലണമൊക്കെ ഉണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, ഇപ്പം കൺമണി നീ കണ്ടോ, നിൻ്റെ ക്രിസ്സാറിൻ്റെ അടുത്തില്ലാത്ത ചില വിദ്യകൾ ഈ വരുണിൻ്റെ അടുത്തുണ്ടെന്ന്. എപ്പോഴും അങ്ങനെ നിങ്ങൾ ജയിച്ചാൽ പറ്റില്ലല്ലോ, എനിക്കും ജയിക്കണ്ടേ. ഞാനതല്ലേ ആദ്യമേ പറഞ്ഞത്, ഇതിനൊന്നും നിൽക്കണ്ട. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വെച്ച് കെണിയിൽ കൂടാൻ, പക്ഷെ നീ അത് കേട്ടില്ല. ഇപ്പം എന്തായി, ഇപ്പം ഇങ്ങനെയൊക്കെ അവസ്ഥ വന്നില്ലേ. ഇനി കണ്ടോ എന്താ വെക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേനും ഓട്ടോറിക്ഷ ഡ്രൈവർ പറയുന്നുണ്ട്, എൻ്റെ പിള്ളേരൊന്ന് അറിയട്ടെ, നിന്നെ ശരിയാക്കും. എന്തോ ഒന്നും സംഭവിക്കില്ല. ഈ ഗുണ്ടകളെ ഞാൻ വിരിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ, നിങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ ഞാൻ കണ്ടോ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൺമണി. നമുക്കെന്തായാലും ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കട്ടെ, നമുക്ക് അതിർത്തി കിടക്കാം, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, ഇവരൊന്നും വേണ്ട, ക്രിസ്താൻ അങ്ങോട്ട് മറന്നേക്കോ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ഗുണ്ടകളോട് ചെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ ഞാൻ കൺമണിയെ കൊണ്ടുപോയിട്ട് ഇവരെ തട്ടിയാൽ മതി, അല്ലെങ്കിൽ ഇവരെ തട്ടിയതിന് ശേഷം കൺമണിയെ ഞാൻ കൊണ്ടുപോകാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്കുള്ള പൈസ ഇങ്ങോട്ട് താ, എന്നിട്ടാണ് വേറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്നാൽ പിന്നെ അത് നടക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ പൈസ സെൻഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് തന്നെയാണ് പൈസ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുന്നില്ല കേട്ടോ. അയ്യോ ഇവിടെ റേഞ്ചിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കാട്ടോ ചെയ്യുന്നത്. എന്തായാലും ചിലപ്പോൾ ഇത് വരുണിനുള്ള ഒരു കെണി തന്നെയായിരിക്കാം ഇവിടെ ഒരുങ്ങാനായിട്ട് പോകുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. പ്രൊമോ ആയിട്ട് കാണാം കേട്ടോ.